നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ തട്ടിപ്പ് നടത്തിയ പ്രവാസി കുറ്റവാളികൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ കുവൈറ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ സാമ്പത്തികപരമായതോ ഭരണപരമായതോ ആയ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ള വിദേശികളെ നാടുകടത്തും. ഖത്തറിൽ അനധികൃത ഉപ്പ് നിർമ്മാണം നടത്തിയ സംഘത്തെ പിടികൂടി. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടപടി സ്വീകരിച്ചു. മധ്യമേഖലയിലെ സബ്ബത്ത് അൽ സാഖീൻ പ്രദേശത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. കുവൈറ്റ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി ഹൃദയാഘാതം മൂലം മരിച്ചു. പത്തനംതിട്ട സ്വദേശിയായ ഷാരോണാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. സൗദിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. ജിദ്ദ ഇസ്ലാമിക് തുറമുഖം വഴി കൊക്കൈൻ കടത്താനുള്ള ശ്രമം സഗാദ് നികുതി കസ്റ്റംസ് അതോറിറ്റി പരാജയപ്പെടുത്തി. ശീതീകരിച്ച ചിക്കൻ റെഫ്രിജറേറ്റർ യൂണിറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. ഉംറ നിർവഹിക്കാനെത്തിയ തൃശൂർ വട്ടപ്പള്ളി സ്വദേശി മുഹമ്മദ് രായം മരക്കാർ മരിച്ചു. 81 വയസ്സായിരുന്നു. പ്രവാസി ഇന്ത്യക്കാർക്ക് സന്തോഷ വാർത്ത. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഭാരത് മാർട്ട് 2026 അവസാനത്തോടെ യുഎഇയിൽ പ്രവർത്തനം ആരംഭിക്കും. യുഎഇയിൽ ലഹരിമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് 4 അംഗ വനിതാ സംഘത്തിന് ജീവപര്യന്തം തടവിന് വിധിച്ച് ദുബായ് കോടതി. തടവ് പൂർത്തിയാക്കിയ ശേഷം ഇവരെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു.